ഇവേ കുറച്ച് വെള്ളവും ഒരു പാത്രം കൊണ്ടുവരാമെങ്കിലേ ഒരു പരിപാടി ഒപ്പിച്ചു. ഈ കള, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് സൂര്യപ്രകാശം, പിന്നെ വെള്ളം, സൂര്യപ്രകാശം വെള്ളമൊക്കെ ആവശ്യം കിട്ടുമ്പം കള ഭംഗിയായിട്ട് വളരും. പ്രത്യേകിച്ച് മുറ്റത്തും പരിസരപ്രദേശങ്ങളൊക്കെ കള ഇങ്ങനെ അടിച്ചു കയറി വരും. അപ്പം അതിന് വളരാൻ പറ്റുന്നൊരു സാഹചര്യമാണല്ലോ, കാലാവസ്ഥ അങ്ങനെയാണ്. അതിനെ കളയാനൊരു ചെപ്പടി ഉണ്ടാക്കാം. അതിന് ആദ്യം നമുക്കൊരു 1.5 കപ്പ് വെള്ളം എടുക്കാം. വെള്ളത്തിൽ കളനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വേണം, പിന്നെ വാഷിംഗ് പൗഡർ വേണം, വിനാഗിരി വേണം. അത് 3 മണിയിരിക്കുന്നത് അല്ലേ? ഇതെന്നൊക്കെയാണ് ഉപ്പും വാഷിംഗ് പൗഡറും വിനാഗിരി തന്നെ അല്ലേ? ഇത് വിനാഗിരി ഇത് എഴുതിയിട്ടുണ്ട്. ഇത് ഉപ്പും വാഷിംഗ് പൗഡറൊക്കെ തന്നെ ഉണ്ട്. നോക്കാം, ഇതെന്തോ ഇത് വാഷിംഗ് പൗഡർ അല്ലേ? അപ്പം അതൊരു 150 ഗ്രാം വാഷിംഗ് പൗഡർ. ഓക്കെ, അതിരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പും വേണം, ഒരു 100 ഗ്രാം ഉപ്പും. ഓക്കെ, അതുമായി ഒന്ന് ഇളക്കിയിട്ട്, ഇളക്കിയ ശേഷം നമുക്ക് അതിനകത്തേക്ക് വിനാഗിരി ചേർക്കണം. ഒരു 3/4 കപ്പ് വിനാഗിരി അതിനകത്തേക്ക് ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് വിനാഗിരി ചേർക്കാം. മുക്കാക്കപ്പ് വിനാഗിരി ഇതിനകത്തേക്ക് നമുക്ക് അത് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാം? എന്തൊക്കെയാണ് പറഞ്ഞു? വാഷിംഗ് പൗഡർ, ഉപ്പ്, വിനാഗിരി വെള്ളത്തിനകത്ത് ചേർത്ത് ഇത്ര സംഭവമുള്ളൂ. ഇതങ്ങ് ഇളക്കി ശരിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഈ സാധനം ഇവിടെ ആ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുണ്ടോ, അത് എടുത്തിട്ടുണ്ടോ? ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ശരിക്കും ഇളക്കാമെങ്കിലേ ഇത്ര നന്നായിരിക്കും. ഇത് കോരി ഈ സ്പ്രേ ബോട്ടിലിനകത്ത് വെച്ച് നിർത്തിയാൽ എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ പുല്ല് കളയുടെ പുറത്തേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പമ്പൊക്കെ ചെയ്തിട്ട് ഇതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിസരത്തിന് യാതൊരു ദൂഷ്യമില്ല, കെമിക്കൽസ് അല്ല. അതുകൊണ്ട് മറ്റ് ഉള്ള ചെടികൾക്കോ പറമ്പിനോ ഒന്നും ഒരു ദൂഷ്യം വരാതെ പുല്ലൊക്കെ ഉണങ്ങി പോകും. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ തൊട്ട് വാടി നിൽക്കുന്നതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഗതി കരിഞ്ഞിരിക്കും. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ, ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് 2-3 മണിക്കൂറെങ്കിലും തുടച്ചിടണം. ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. വെയിലുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ മഴയുള്ള സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല, തോർത്ത് നിൽക്കുന്ന സമയത്ത് ചെയ്താലാണ് 2-3 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മൊത്തം കഴിയും. ഒരു 3 ദിവസം നിൽക്കുമ്പം തന്നെ മഞ്ഞ കളർ വരുന്ന കാണാം. ഒരാഴ്ചക്കുള്ളിൽ സംഗതി ഉണങ്ങി സൂപ്പറായിരിക്കും. ഇതിപ്പോൾ സ്പ്രേ ചെയ്യാൻ ഇന്ന് പറ്റില്ല, നമുക്ക് നാളെ സ്പ്രേ ചെയ്താലോ? ഓക്കെ, നാളെ നമുക്ക് സ്പ്രേ ചെയ്തു. ഓക്കെ, 2 ദിവസം മൊത്തം കരിയുമോ? കരിയില്ല, തളുത്ത് വരും.
പുല്ല് കരിഞ്ഞുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മരുന്ന് ഉപയോഗിച്ചാലുണ്ടല്ലോ പുല്ല് മുഴുവൻ കരിഞ്ഞു പോകും. ഇതാകുമ്പോഴേ കെമിക്കൽസ് ഒന്നുമില്ല, മണ്ണിനൊട്ടും ദോഷം ചെയ്യില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞു വെക്കും. ഇതാണ് പറയാനുള്ളത്. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഉപയോഗിച്ചിട്ടുള്ളൊരു പൊടിക്കൈയാണ്. പുല്ല് കള ഒക്കെ കരിച്ച് കളയാൻ ബെസ്റ്റാണ്. പരീക്ഷ നോക്കി കേട്ടോ.